തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഇനി നിങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്ന സ്ഥലം ഞങ്ങളുടെ വിപ്ലവ സമരഭൂമിയാണെന്നും ഇവിടെയുള്ള വീടുകളിൽ നിങ്ങൾക്ക് വോട്ട് ചോദിക്കുവാൻ അവകാശമില്ലെന്നും പറഞ്ഞ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരെ തടയുന്ന സിപിഐക്കാരുടെ വീഡിയോ വയനാടിലെ വൈത്തിരിയിലെ തോട്ടം ഭൂമിയിൽ നിന്നും വന്നത് കണ്ടിട്ടുണ്ട്. തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ വീട്ടിലേക്ക് ആരൊക്കെ പ്രവേശിക്കണമെന്നതിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന റവന്യൂ മന്ത്രിയുടെ പാർട്ടി അവിടെ താമസിക്കുന്നവരോട് എന്തുമാത്രം ഉടമസ്ഥ മനോഭാവത്തിലായിരിക്കും പെരുമാറുക എന്നാണ് അപ്പോൾ ഓർത്തതും. ഇവിടെയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി വ്യത്യസ്തമാകുന്നത്. വയനാട് ദുരന്തബാധിതർക്ക് പാർട്ടി പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് 105 വീട് നിർമ്മിച്ചു നൽകുന്നതിൽ 51 വീടുകൾ പൂർത്തിയായി ഉടമസ്ഥർക്ക് കൈമാറുന്ന അവസരത്തിൽ അതിനെ താക്കോൽ ദാനം എന്ന് പറയരുതെന്നും താക്കോൽ കൈമാറ്റമാണ് നടക്കുന്നതെന്ന് പറയുന്നൊരു പാർട്ടി. വീട് അതിന്റെ ഉടമസ്ഥർക്ക് നമ്മൾ കൈമാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനി അതിന്റെ പരിപൂർണമായ അവകാശം അവർക്കു മാത്രമാണെന്നും ഗൃഹപ്രവേശന ചടങ്ങുകളിൽ പാർട്ടി അംഗങ്ങൾ കൂട്ടമായി വരരുതെന്നുമുള്ള നിർദ്ദേശം സർക്കുലറായി നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം. വീട്ടുകാരെല്ലാവരും ചേർന്ന് നടത്തുന്ന ഗൃഹപ്രവേശന കർമ്മത്തിൽ പോലും സാന്നിധ്യമായുള്ളത് മുതിർന്ന നേതാക്കളും പദ്ധതിയുമായി നേരിട്ട് ബന്ധപ്പെട്ട നേതാക്കളും മാത്രം. എംപിമാരും എംഎൽഎമാരും മുൻ മന്ത്രിമാരും ഒന്നും സാന്നിധ്യം അറിയിക്കുന്നില്ല. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുന്നിൽ നിൽക്കുമ്പോൾ പുറകിൽ നിന്നും ക്യാമറ ഫ്രെയിമിൽ വരുവാൻ വേണ്ടി ഇടിച്ചു തള്ളി നിൽക്കുന്ന ഒരു നേതാവിന്റെ മുഖം പോലും ഇല്ലെന്നു മാത്രമല്ല, പലരും ക്യാമറ വരുമ്പോൾ മനഃപൂർവ്വം പിന്നോട്ടു മാറി നിൽക്കുക കൂടിയാണ്. തങ്ങൾ ചെയ്യുന്നത് ഒരൗദാര്യമല്ലെന്നും അത് സഹജീവികൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള സ്നേഹവും കരുതലും ഓരോ വാക്കിലും പ്രവൃത്തിയിലുമുണ്ട്. അത്രത്തോളം സൂക്ഷ്മത അവർക്കുണ്ട്. ഓരോ മനുഷ്യനും അവർക്കായി ചെയ്തുകൊടുത്ത ഔദാര്യത്തിന്റെ കണക്കു പറഞ്ഞ് അവരുടെ നിസ്സഹായ മുഖം ജനങ്ങളിലേക്കെത്തിക്കുന്ന പ്രചാരണത്തിന്റെ ശരികേടുകളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിനു മുമ്പേ ഈ ചടങ്ങ് നടത്തുകയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യരുത് എന്ന തീരുമാനത്തിൽ അവരെത്തിയത്. തെരഞ്ഞെടുപ്പു പ്രചാരണത്തിനിടെ ഒരു പാർട്ടി വേദിയിലേക്കും ദുരിതബാധിതരെത്താതിരുന്നതും. പാർട്ടി നേതൃത്വം തടഞ്ഞിരുന്നില്ലെങ്കിൽ നിരവധി വികാരപരമായ മുഹൂർത്തങ്ങൾക്ക് നമുക്ക് സാക്ഷിയാകാമായിരുന്നു. പാണക്കാട് തങ്ങളുടെ അടുത്തുവന്ന് നന്ദി പറയുമ്പോൾ ഒരു ഫോട്ടോ ഓപ്സിനു പോലും അവസരം നൽകാതെ നടന്നു നീങ്ങുന്ന സാദിഖലി തങ്ങളെ നോക്കി നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ചെയ്തത് തന്റെ കർത്തവ്യമാണെന്നും അതിൽ നന്ദി പറയേണ്ടെന്ന കാര്യമില്ലെന്നും നന്ദി പരമകാരുണികനായ ദൈവത്തിനെന്നും തങ്ങൾ പറയാതെ പറഞ്ഞതായാണ്. ആ ഒരു ചടങ്ങിനിടെ പ്രസംഗിക്കുമ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന കേരളത്തിലെ ശക്തനായ രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദത്തിൽ പതിവായുണ്ടാകാറുള്ള ആധികാരികത അന്നില്ലായിരുന്നു. സംസാരം പലയിടത്തും ഇടറുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: വലിയ ദുഃഖങ്ങളിൽ നിന്ന് കരകയറി വന്നവരാണ്. ഇന്ന് അവരുടെ മുഖത്ത് ചിരിയുണ്ട്. ആ ചിരിക്ക് കാരണമാകുവാൻ കഴിഞ്ഞതിൽ, അതിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഒന്നോർത്തു നോക്കിയാൽ നെടുനീളൻ പ്രസംഗങ്ങളിലില്ലാത്ത ആശയവ്യക്തതയാണ് ചെറിയ വാചകങ്ങളിൽ കുഞ്ഞാലിക്കുട്ടിയെന്ന നേതാവ് പറഞ്ഞു പൂർത്തിയാക്കിയത്. എന്താണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ദുരിതബാധിതരോട് പറഞ്ഞത്? തീർത്തും നിർഭാഗ്യമായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായി. നിങ്ങളുടെ പല നഷ്ടങ്ങളും നികത്താൻ ആരെക്കൊണ്ടുമാവുകയുമില്ല. എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ നടക്കാൻ കൂടെ നിൽക്കട്ടെയെന്ന് ചോദിക്കുന്ന കരുതലും ചേർത്തുപിടിക്കലും. അതോടൊപ്പം ഇതിന്റെ പേരിൽ ഭാവിയിൽ യാതൊരു അവകാശങ്ങൾക്കും ഞങ്ങൾ വരില്ലെന്നും അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകരുതെന്നുള്ള മുൻകരുതലും. ഒരു വലിയ തിരിച്ചറിവ് കൂടിയുണ്ട്. അതീ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെടേണ്ട ഒന്നുകൂടിയാണ്. മനുഷ്യരുടെ ആത്മാഭിമാനത്തേക്കാൾ മുകളിലല്ല മറ്റൊന്നും എന്ന തിരിച്ചറിയലാണത്. പ്രിയമുള്ളവരെ, കേരളം മുഴുവൻ കൈയടിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി.